ഇന്നത്തേത് ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്കത് ചക്കക്കുരു വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഒരു 6 ഉരുളക്കിഴങ്ങുണ്ട്. പിന്നെ ചക്കക്കുരുവും ഇതുപോലെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ്. പിന്നെ ഒരു 3 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു 5 to 6 പീസ് ബ്രെഡ് ഞാനിതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ഉരുളക്കിഴങ്ങും നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് ഉടച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മിക്സിയിലോ അല്ലാതെ വേറെ എങ്ങനെയെങ്കിലും ഉടച്ചെടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരുപാട് ഇത് അരഞ്ഞു പോവും, പേസ്റ്റ് പോലെയാവും. അപ്പോൾ ബെറ്റർ എപ്പോഴും കൈ ഉപയോഗിച്ച് പൊടിച്ചെടുക്കുന്നതാണ്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉരുളക്കിഴങ്ങും ചക്കക്കുരുവും കൂടെ ഉടച്ചെടുക്കണം. ഇതാണ് കറക്റ്റ് പാകം. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതുപോലെ വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി. ഇനി അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതിനകത്ത് നന്നായിട്ട് മൊരിയണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ സവാള ഇട്ട് കൊടുക്കാം. സവാളയും കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അധികം എരിവില്ലാത്ത ഒരു കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തത്. ഒരു 2 സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയുടെ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഒരു സ്പൂൺ 1.5 സ്പൂണ് മല്ലിപ്പൊടി നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. നമ്മുടെ പൊടികളെല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. നമുക്കിനി ഈ മസാല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ കട്ട്ലറ്റ് നമുക്ക് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2-3 സ്പൂണ് മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അതൊരു പേസ്റ്റ് പോലെ ആക്കുക. പിന്നെ അതിനകത്തോട്ട് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് ഒരു ഒത്തിരി കട്ടിയല്ലാത്ത രീതിയിലുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് കട്ടി വേണ്ട. കാരണം നോൺ വെജ് മുട്ട ഇഷ്ടമല്ലാത്തവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ മൈദ കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം കട്ട്ലറ്റിൻ്റെ ഓരോരോ ബോളുകളാക്കി ഉരുട്ടിയെടുത്ത്, പിന്നെ കട്ട്ലറ്റിൻ്റെ ഏത് ഷേപ്പാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിൽ നമുക്കത് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കട്ട്ലറ്റ് അതിനകത്ത് മുങ്ങി കിടക്കണം. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് ശരി. ഇത് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റുകളായിരുന്നു. ഇനി ഇതെല്ലാം നമ്മുടെ ബാറ്ററിനകത്ത് മുക്കിയെടുക്കാം. ആദ്യം നമ്മൾ ബാറ്ററിനകത്ത് മുക്കിയെടുക്കും. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ, അതിനകത്ത് നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കും. അതിനുശേഷം എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരെ ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം.
അങ്ങനെ നമ്മുടെ ചക്കക്കുരു കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.